സ്റ്റേജ് 3 ട്യൂണിംഗ് ദ എക്സ്ട്രീം മാഡ്നസ്. അപ്പോൾ സ്റ്റേജ് 1ൻ്റെയും സ്റ്റേജ് 2ൻ്റെയും കഥ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് സ്റ്റേജ് 3. അപ്പോൾ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം എൻ്റെ സ്റ്റേജ് 2 വണ്ടിക്ക് പവർ കുറവാണ്, അപ്പോൾ സ്റ്റേജ് 3യിലേക്ക് അങ്ങ് അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെയല്ല, ഈ ഒരു ഡ്രാഗ് റേസിലും അതുപോലെ തന്നെ ഈ റേസ് ട്രാക്കിലൊക്കെ ഇറക്കിയ വണ്ടിക്ക് എക്സ്ട്രീം അക്രമം കാണിക്കണം എന്ന ആഗ്രഹമുള്ളവരാണ് ഈ സ്റ്റേജ് 3യിലൊക്കെ പോകേണ്ടത്. അപ്പോൾ ഇത് സ്റ്റേജ് 1 and 2 പോലെ മൈൽഡ് അപ്ഗ്രേഡ് അല്ല. സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ നമ്മുടെ കാറിന് കംപ്ലീറ്റ് റീബിൽഡാണ്. അതായത് സ്റ്റേജ് 3 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മേജർ ഹാർഡ്വെയർ അപ്ഗ്രേഡ്സ് ആണ്. ഇതിൽ സ്റ്റോക്കായിട്ട് വരുന്ന ടർബോ ചാർജർ ഒരു ബിഗ്ഗർ ടർബോ ചാർജർ അല്ലെങ്കിൽ ഒരു സൂപ്പർ ചാർജർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. ഇത് ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി മാറും. ഒരു മാസീവായിട്ടൊരു പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ബിഗ്ഗർ ടർബോനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂലിംഗ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ ഈ ഫ്യൂലിംഗ് സിസ്റ്റം അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ഒരു ബിഗ്ഗർ ഫ്യൂൽ ഇഞ്ചക്ടർ വരും, അതുപോലെ തന്നെ ബിഗ്ഗർ ഫ്യൂൽ പമ്പ് വരും, ആൻഡ് ഒരു സ്ട്രോങ്ങർ ഫ്യൂൽ റെയിലിംഗും വരും. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ട അപ്ഗ്രേഡ് എന്ന് പറയുന്നത് എഞ്ചിൻ്റെ ഇൻറ്റേർണൽ പാർട്സിലെ അപ്ഗ്രേഡ്സ് ആണ്. അപ്ഗ്രേഡഡ് പിസ്റ്റൺസ്, സ്ട്രോങ്ങർ കണക്റ്റിംഗ് റോഡ്, അതുപോലെ തന്നെ ഈ ഹൈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ക്രാങ്ക് ഷാഫ്റ്റും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് മാസീവായിട്ടൊരു ഹീറ്റ് ജനറേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ മാസീവായിട്ടുള്ള ഹീറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ പെർഫോമൻസ് കൂളിംഗ് സിസ്റ്റം വേണം. അതായത് ലാർജർ റേഡിയേറ്റേഴ്സ് വേണം, ഓയിൽ കൂളേഴ്സ് വേണം, ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഇൻ്റർകൂളറും വേണം. പിന്നെ നമുക്ക് ചെയ്യേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ട്രാൻസ്മിഷൻ അപ്ഗ്രേഡ്. അപ്പോൾ ഈ സ്റ്റേജ് 3യിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറും ടോർക്കും ഒന്നും ഈ ഒരു സ്റ്റേജ് 2ൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന് താങ്ങാൻ പറ്റുന്ന വരില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹെവി ഡ്യൂട്ടി ക്ലച്ചസ്, പിന്നെ സ്ട്രോങ്ങർ ഗിയർ ബോക്സ്, അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് സെറ്റപ്പിന് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ മേൽപ്പറഞ്ഞ അപ്ഗ്രേഡ്സ് ഒക്കെ വർക്ക് ചെയ്യാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ECU റീമാപ്പിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജ് 3 ആയി. പറഞ്ഞപ്പോൾ പെട്ടെന്ന് തീർന്നു, പക്ഷേ സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു 150 bhp പവറുള്ള കാറ് ഒരു 300 bhpയിലേക്കോ അല്ലെങ്കിൽ ഒരു 500 bhpയിലേക്കോ പ്ലാറ്റ്ഫോം സമ്മതിക്കുവാണെങ്കിൽ അതിന് മേലെ വരെ നമുക്ക് പവർ പുഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി പരിപാടിയല്ല, നല്ല പൈസ ചിലവുള്ള പരിപാടിയാണ്. ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിയിട്ട് അതിനെ സ്റ്റേജ് 3യിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു എൻട്രി ലെവൽ സൂപ്പർ കാർ വാങ്ങേണ്ട പൈസ നമ്മളതിന് ചിലവാകും. പിന്നെ ഒരു സ്റ്റേജ് 1 പിന്നെ ഒരു സ്റ്റേജ് 2 ഒരു പരിധി വരെയൊക്കെ ഒരു ഡെയിലി ഡ്രൈവ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. പക്ഷേ ഈ സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ഡെയിലി ഡ്രൈവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിൽ ഒരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വണ്ടിയല്ല. മോസ്റ്റ്ലി ഡ്രാഗ് റേസിനും പിന്നെ റേസ് ട്രാക്കിലും അതുപോലെ തന്നെ ഒരു റാലി പേർപ്പസിനൊക്കെയാണ് മോസ്റ്റ്ലി നമ്മൾ ഈ സ്റ്റേജ് 3 വണ്ടികൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നോർമൽ ട്രാഫിക്കിലേക്ക് ഇറങ്ങിയിട്ട് വലിയ യൂസ് ഒന്നുമില്ല, കാരണം നമുക്കിതിൻ്റെ പെർഫോമൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഒരു വാവ് ഫീലിംഗ് ആയിരിക്കും. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ സൗണ്ടും അഗ്രസീവ്നെസ്സും ഒക്കെ മറ്റുള്ളവർക്ക് ഭയങ്കര ശല്യമായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് റേസ് ട്രാക്കിലേക്ക് ഇറക്കുക, പൊളിക്കുക, അതാണ് സ്റ്റേജ് 3ൻ്റെ പേർപ്പസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാർ റിലേറ്റഡ് വീഡിയോസ് ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.